ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് 6 മാർക്കിന് വരാൻ ചാൻസുകളുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ വൈ ഒബ്ജക്റ്റിവിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഇൻ ന്യൂസ് റൈറ്റിംഗ്. അതായത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് ന്യൂസ് റൈറ്റിംഗിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂസ് റൈറ്റിംഗ് സമയത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്ക് ഫെയർനെസ്, അക്യുറസി, ക്രെഡിബിലിറ്റി ഇൻ ജേർണലിസം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം നമ്മൾ വാർത്തകൾ തയ്യാറാക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. അതായത് ഒരു റീഡേഴ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സ്, ജേർണലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വാർത്തകളെല്ലാം അൺബയാസ്ഡ് ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, അവിടെ പേഴ്സണൽ ഒപ്പീനിയൻസുകളൊന്നും റിപ്പോർട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും സമയത്ത് പേഴ്സണൽ ഒപ്പീനിയൻസ് വാർത്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റീഡേഴ്സിന് അവരുടെ ട്രസ്റ്റുകൾ ഇല്ലാതാക്കപ്പെടും. രണ്ടാമത്തെ ഫെയർ റെപ്രസെന്റേഷൻസ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റിവിറ്റി എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസിന്റെ എല്ലാ സൈഡുകളും വിത്തൗട്ട് ബയാസിലൂടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിക്കോട്ടെ, സോഷ്യൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യണമെന്നായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്തകളായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഫെയർ റെപ്രസെന്റേഷൻ, അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കും. അടുത്തത് അക്യുറസി ആൻഡ് വെരിഫിക്കേഷൻ. അതായത് അക്യുറേറ്റ് ആയിരിക്കും, വെരിഫൈഡ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റീവ് ജേർണലിസം റിലൈസ് ഓൺ ഫാക്ട് ചെക്കിംഗ് ആൻഡ് എവിഡൻസ് റാദർ ദാൻ അസംഷൻസ് ഓർ ഒപ്പീനിയൻസ് എന്നുള്ളതാണ്. അതായത് ഒരു ഒബ്ജക്റ്റീവ് ജേർണലിസം ഉറപ്പുവരുത്തുന്ന എന്താണ്? ഒരു അസംഷനോ ഒരു ഊഹമോ അല്ലെങ്കിൽ ഒപ്പീനിയൻ, ഒരു അഭിപ്രായമോ അല്ലാതെ ഫാക്ട് ചെക്കിങ്ങിലൂടെ എവിഡൻസുകളാണ് എന്ത് ചെയ്യുന്നത്, പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പൊ അവിടെ ഒരു അക്യുറസിയും വെരിഫിക്കേഷൻസും നടക്കും. നാലാമത്തെ എത്തിക്കൽ ജേർണലിസം ആണ്. അതായത് എത്തിക്കൽ ഗൈഡ് ലൈൻസുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ, അതായത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എത്തിക്കൽ ജേർണലിസം, അതുപോലെ തന്നെ ന്യൂട്രാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് എന്ത് ഉറപ്പുവരുത്താൻ സാധിക്കും? ഒബ്ജക്റ്റിവിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. പ്രിവെൻഷൻ ഓഫ് മിസ് ഇൻഫർമേഷൻസ്, അതായത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ഏതിലൂടെ സാധിക്കില്ല? ഒബ്ജക്റ്റിവിറ്റിയിലൂടെ സാധിക്കില്ല. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരിക്കണം പറയേണ്ടത്. അപ്പോൾ മിസ് ഇൻഫർമേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിവിറ്റി നമ്മളെ സഹായിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, does a text need editing to become a news story? പ്രസന്റ് യുവർ പോയിന്റ്. അതായത് ഒരു ന്യൂസ് സ്റ്റോറിക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം എന്ന് പറയുന്ന നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ ചെയ്യണമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം സ്വാഭാവികമായിട്ട് മെസ്സ് എന്ന് തന്നെ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഒരു ന്യൂസ് സ്റ്റോറി എഡിറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് അതിന്റെ പ്രാധാന്യങ്ങൾ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എഡിറ്റിംഗ് പ്രോസസ്സിലൂടെ അതെന്ത് ചെയ്യുന്നു, അതൊന്നുകൂടി പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? ഒന്ന് അക്യുറസിയാണ്, അക്യുറേറ്റ് ആണ്, ഫാക്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്, കറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകളിലൂടെയാണ് നമ്മൾ ഈ വാർത്തകൾ പറയുന്നത് എന്നുള്ള ഉറപ്പുവരുത്താൻ സാധിക്കും. ക്ലാരിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീഡേഴ്സിന് വാർത്തകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കും. ഒബ്ജക്റ്റിവിറ്റി, ബയാസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ അൺനെസസറി ഒപ്പീനിയൻസുകളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ബയാസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഗ്രാമർ ആൻഡ് സ്റ്റൈൽ, അതായത് സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ജേർണലിസ്റ്റിക്കിന്റെ സ്റ്റൈൽ ഗൈഡുകൾ, അതായത് AP സ്റ്റൈൽ, റോയിറ്റേഴ്സിന്റെ ഹാൻഡ് ബുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്താൻ സാധിക്കും. കൺസൈസ്നെസ്, അതായത് ബ്രീഫായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചറിലൂടെ ഇത് പറയുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്താൻ സാധിക്കും. ലീഗൽ ആൻഡ് എത്തിക്കൽ ചെക്ക്, അതായത് ലീഗലായിട്ടുള്ള, അതായത് ഡിഫാമേഷൻസ് വന്നിട്ടില്ല, പ്ലാജറിസം വന്നിട്ടില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കും. ഡിഫാമേഷൻ എന്നുള്ളത് മേ ബി നിങ്ങൾക്ക് 3 മാർക്കിലെ ചോദ്യത്തിലും വരാം. ഡിഫാമേഷൻ എന്താണ് എന്നുള്ളത്, അതായത് ഡിഫാമേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപകീർത്തി പരാമർശം എന്നുള്ളതാണ്. വാക്കുകളിലൂടെയോ റിട്ടേൺ ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പോക്കൺ ആയിട്ടോ റിട്ടേൺ ആയിട്ടോ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിഫാമേഷൻസ് എന്ന് വിളിക്കുക. ഈ ഡിഫാമേഷൻസ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡിഫാമേഷനെ രണ്ട് രീതിയിൽ വിളിക്കാം, ലൈബൽ എന്നും സ്ലാൻഡർ എന്നും. ലൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ആയിട്ടുള്ള പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റിലൂടെ ഒരാളെ കുറിച്ച് പറയുന്നതാണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോക്കൺ വേർഡിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഹാംസ് ടു റെപ്യൂട്ടേഷൻ തുടങ്ങിയുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഡിഫാമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ഹൗ ന്യൂസ് സോഴ്സസ് ക്യാൻ ബി കൾട്ടിവേറ്റഡ്. എങ്ങനെയാണ് ന്യൂസ് സോഴ്സുകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ന്യൂസ് സോഴ്സുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ന്യൂസ് സോഴ്സുകൾ എന്ന് പറയുന്നത് ഒരു ഫോർ ജേർണലിസ്റ്റുകളാണ്. അതായത് ജേർണലിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂസ് സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇത് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലൂടെ, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിൽ എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്നാമത്തെ ഡെവലപ്പിംഗ് ട്രസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഹോണസ്റ്റി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു ആളുകളുടെ ഇടയിൽ. രണ്ടാമത്തെ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ആണ്. ആളുകളുമായിട്ട് റെഗുലർ ആയിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുമായിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു ടച്ച്, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. നെറ്റ്വർക്കിംഗ്, അതായത് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുക, ഇൻഡസ്ട്രിന്റെ ഇവന്റുകളിൽ പങ്കെടുക്കുക, സോഷ്യൽ ഗ്യാതറിംഗ് നടത്തുക. ഇങ്ങനെയൊക്കെ നമുക്ക് വാർത്തകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസ് സോഴ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. നാലാമതായിട്ട് അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻസ്, അതായത് പീപ്പിൾസ് അവർ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇൻട്രസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെരിഫിക്കേഷൻസ്, അതായത് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. എക്സ്പാൻഡിങ് നെറ്റ്വർക്ക്സ്, അതായത് നിങ്ങൾ എല്ലാ സമയത്തും ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആക്ടിവിറ്റീസ് കൂട്ടണം. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള സോഴ്സുകൾ നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ആളുകളുടെ എണ്ണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ന്യൂസ് സോഴ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് എനി 6 ലീഡ്സ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. 6 ലീഡുകൾ എഴുതുക, എക്സാമ്പിൾസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് പാരഗ്രാഫ് ആണ് എന്നുള്ളത് അറിയാം. ന്യൂസ് സ്റ്റോറിന്റെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള 5W1H എന്ന് പറയുന്ന കാര്യം കൺസൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ലീഡുകൾ എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് സമ്മറി ലീഡ് ആണ്. സമ്മറി ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്റ്റ് ആയിട്ടുള്ള, വളരെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട് വളരെ ചുരുക്കിക്കൊണ്ട് പറയുന്നതാണ് സമ്മറി ലീഡ് എന്ന് പറയുന്നത്. അനഡോക്ടൽ ലീഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതാണ് അനക്ഡോക്ടൽ ലീഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ലീഡ് ഉണ്ട്, അതായത് റീഡേഴ്സിനെ കുറച്ചും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ലീഡ്സുകൾ എന്ന് പറയുന്നത്. നാലാമത്തെ കൊട്ടേഷൻ ലീഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോട്ട് വെച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരാൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് വെച്ച് ആരംഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കൊട്ടേഷൻ ലീഡ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് ലീഡ് ഉണ്ട്. കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ 2 സിറ്റുവേഷൻസ്, അതായത് 2 സിറ്റുവേഷൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസിനെ താരതമ്യം ചെയ്തുകൊണ്ട് എഴുതുന്ന ലീഡുകളാണ് ഏതെന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ലീഡ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെയിന്റ് എ പിക്ചർ ഓഫ് ദ സീൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീന് അല്ലെങ്കിൽ ഒരു വാർത്ത എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതുക. അപ്പൊ അവർക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, അവർക്കത് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ലീഡുകളാണ് ഈ 6 ലീഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ലീഡാണ് ഏതെന്ന് പറയുന്നത് ഈ സ്റ്റെക്കാറ്റോ ലീഡ് എന്ന് പറയും. അതായത് സ്റ്റെക്കാറ്റോ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന, എന്താണ് വാർത്തകൾ എന്നുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഷോക്ക് കൊടുത്തുകൊണ്ട് വളരെ അർജൻസി ആയിട്ടുള്ള, വളരെ പെട്ടെന്നുള്ള ഫാസ്റ്റ് ആയിട്ട് നൽകുന്ന ഒരു അർജൻസി ഒക്കെ കൊടുക്കുന്ന ഒരു ലീഡാണ് ഏതെന്ന് പറയുന്നത് സ്റ്റെക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത്. മേ ബി ചോദിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്.
ഓർത്ത് വയ്ക്കുക. 3 മാർക്കിനൊക്കെ മേ ബി ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു യു തിങ്ക് ന്യൂസ് പേപ്പർ സ്റ്റിൽ യൂസ് ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ടു റൈറ്റ് ന്യൂസ് സ്റ്റോറീസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വിശദീകരിക്കുക, സമർത്ഥിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂസ് പേപ്പർ ഇപ്പോൾ ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക. ഓക്കെ, ഇൻവെർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലീഡ് ബോഡി കൺക്ലൂഷൻ എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഇമേജുകൾ നിങ്ങൾക്ക് ഇതിൽ വരച്ചു വയ്ക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ഉണ്ടായിരിക്കുക, സെക്കൻഡ് പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് ലീഡാണ്, സെക്കൻഡ് പാരഗ്രാഫ് അതിന്റെ ബോഡിയാണ്, തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ഇതിലൂടെ അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. റീഡേഴ്സിന് ഇൻഫർമേഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ലഭിക്കുന്നു. എഡിറ്റേഴ്സിന് അവർക്ക് സ്പേസ് ലിമിറ്റുകൾ അനുസരിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസുകൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ക്വിക്കായിട്ട് ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇൻവെർട്ടഡ് പിരമിഡ് സഹായിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. മാത്രമല്ല, ഇതെങ്ങനെ ഡിജിറ്റൽ ജേർണലിസമായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ജേർണലിസമായിട്ട് ചാലഞ്ച് ആയിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈൻ റീഡേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫാക്ച്വൽ ആയിട്ടുള്ള സമ്മറി മാത്രമാണ് അവർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫീച്ചർ സ്റ്റൈൽ റൈറ്റിംഗ്, അതായത് നെറേറ്റീവ്, ഹവർ ക്ലാസ്, ഹൈബ്രിഡ് മോഡൽസിനൊക്കെ ആണ് കൂടുതലായിട്ടും ആളുകൾ പോപ്പുലർ ആവുന്നത്. ഇതിൽ വിഷ്വൽ എലമെന്റ്സുകൾ, വീഡിയോസ്, ഗ്രാഫിക്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ന്യൂസ് പേപ്പേഴ്സ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിന്റ് മീഡിയ ഇതിന്റെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മാറ്റങ്ങൾ, അതായത് ഇൻവെർട്ടഡ് പിരമിഡ് വന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ചേഞ്ചുകൾ കൂടുതലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, വാട്ട് ആർ ദ സ്പെഷ്യൽ പോയിന്റ് ടു കൺസിഡർ വൈൽ എഡിറ്റിംഗ് എ TV ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് TV ന്യൂസ് സ്റ്റോറി നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സ്പെഷ്യൽ പോയിന്റുകളാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ നമുക്ക് പറയാൻ കഴിയുന്ന കൺസൈസ്നെസ് എന്നുള്ളതാണ്. ബ്രീഫ് ആയിരിക്കണം, അൺനെസസറി ആയിട്ടുള്ള വേർഡ്സുകൾ, ഡീറ്റെയിൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. വിഷ്വൽ എഡിറ്റിംഗ് നടത്തുക, അതായത് സ്ക്രിപ്റ്റും അതുപോലെ തന്നെ വിഷ്വൽസും മാച്ച് ആയിരിക്കണം. മിസ്മാച്ച് ആവാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ക്ലിയർ ഓഡിയോ വേണം, അതായത് വോയിസ് ഓവേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക. അടുത്തത് പേസിംഗ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ന്യൂസ് സ്റ്റോറി എന്ത് ചെയ്യണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം, വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ലീഗൽ ആൻഡ് എത്തിക്കൽ ചെക്സ്, അതായത് ഡിഫാമേഷൻസ്, മിസ്ലീഡിംഗ് കോണ്ടന്റുകളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുക. ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ കൊണ്ടുവരിക, അതായത് ട്രാൻസിഷൻസ്, ക്ലിയർ ക്യാപ്ഷൻസ്, അതുപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ടൈം സ്റ്റാമ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ഹൗ ഡസ് റൈറ്റിംഗ് ഫോർ ദ ഇയർ ഡിഫർ ഫ്രം റൈറ്റിംഗ് ഫോർ ദ ഐ? അതായത് ചെവിക്ക് വേണ്ടിയിട്ടും കണ്ണിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ചെവിക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റിംഗ് ഫോർ ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായിട്ടും റേഡിയോസിന് വേണ്ടി എഴുതുന്നതാണ്. റൈറ്റിംഗ് ഫോർ ദ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രിന്റ് മീഡിയ, എഴുത്തിന് വേണ്ടി എഴുതുന്നതാണ്. അപ്പൊ ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇയറിന് വേണ്ടിയിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ, പോഡ്കാസ്റ്റ്, TV തുടങ്ങിയ കാര്യങ്ങൾ എഴുതാം. റൈറ്റിംഗ് ഫോർ ദ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ്, ഓൺലൈൻ ന്യൂസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാം. കീ ഡിഫറൻസുകളാണ് നമ്മൾ പറയുന്നത്. സിംപ്ലിസിറ്റി ആണ് ഒന്നാമത്തത്, അതായത് സ്പോക്കൺ ന്യൂസുകൾ വളരെ ക്ലിയർ കോൺവെർസേഷണൽ ടോണിലായിരിക്കും എഴുതുക. റിട്ടൺ ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഡീറ്റെയിൽഡ് ആയിരിക്കും. രണ്ടാമത്തെ റിതം ആൻഡ് ടോൺ ആണ്, അതായത് ഓഡിയോ കോണ്ടന്റുകൾ ഒരു കുറച്ചുകൂടി പോസ് ചെയ്തിട്ട് എംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഓഡിയോ കോണ്ടന്റുകൾ ഉണ്ടായിരിക്കുക. ടെക്സ്റ്റുകൾ ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കും, പങ്ക്ച്വേഷൻസും കുത്തുമാമി ഒക്കെ കൊടുത്തുള്ള രീതിയിലായിരിക്കും എഴുതുക. റിപ്പീറ്റേഷൻസ് എന്ന് പറയുന്നത് ലിസണേഴ്സിനെ ക്യാൻ റീറീഡ് എന്താണ്, ലിസണേഴ്സിന്, കേൾവിക്കാർക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും റീഡ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഇയറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേൾക്കാം, മീൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആങ്കറിന് വായിച്ചുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അടുത്ത സെന്റൻസ് സ്ട്രക്ചർ ആണ്. ബ്രോഡ്കാസ്റ്റ് റൈറ്റിംഗ് ഷോർട്ടർ സെന്റൻസിലായിരിക്കും ഉണ്ടായിരിക്കുക, നാച്ചുറൽ സ്പീച്ച് പാറ്റേൺസിലായിരിക്കും അവർ കൊടുക്കുക. ഓക്കെ, അടുത്ത വിഷ്വൽ ഡിപ്പെൻഡൻസി ആണ്. പ്രിന്റ് മീഡിയസിൽ സ്വാഭാവികമായിട്ട് വിഷ്വൽസ്, ചാർട്ടുകൾ, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. റേഡിയോസിനും പോഡ്കാസ്റ്റിനും സ്വാഭാവികമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജുകളായിരിക്കും ഉണ്ടായിരിക്കുക, വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിലുണ്ടായിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഓൺലൈൻ ന്യൂസ് സ്റ്റോറീസ് ക്യാൻ ഇൻകോർപ്പറേറ്റ് മൾട്ടിമീഡിയ.
ഡു മലയാളം ന്യൂസ് പോർട്ടൽസ് ഫോളോ ദിസ് റൂൾ? സബ്സ്റ്റാൻഷിയേറ്റ്. അതായത് ഓൺലൈൻ ന്യൂസ് സ്റ്റോറീസ് മൾട്ടിമീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരുമിച്ച് മൾട്ടിമീഡിയമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. മലയാളം ന്യൂസ് പോർട്ടൽസ് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഓൺലൈൻ ജേർണലിസം ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ്, ഹൈപ്പർ ലിങ്ക്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മലയാളം പോർട്ടൽസ് ആയിട്ടുള്ള മലയാള മനോരമ ഓൺലൈൻ, മാതൃഭൂമി, ദ ക്യൂ തുടങ്ങിയുള്ള പോർട്ടൽസ് ഒക്കെ മൾട്ടിമീഡിയ കണ്ടന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും മലയാളം പോർട്ടൽസുകൾ വീഡിയോസ്, ഇമേജുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സ്റ്റോറി ടെല്ലിംഗ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ററാക്റ്റീവ് എലമെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലൈവ് അപ്ഡേറ്റുകൾ, ഒപ്പീനിയൻ പോൾസുകൾ, എൻഗേജ് പോൾസുകൾ കാര്യങ്ങളൊക്കെ റീഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ പുഷ് നോട്ടിഫിക്കേഷൻസ്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയാം. ലിമിറ്റേഷൻസ് എന്താണ്? സം റീജിയണൽ സൈറ്റ്സ് സ്റ്റിൽ റിലീ ഓൺ ടെക്സ്റ്റ് ഹെവി ഫോർമാറ്റ്. അതായത് റീജിയണൽ സൈറ്റുകളിലൊന്നും അല്ലെങ്കിൽ റീജിയണൽ ആയിട്ട് കിട്ടുന്ന സൈറ്റുകളിലൊന്നും ടെക്സ്റ്റ് ഹെവി ഫോർമാറ്റുകളിലൊന്നും ലഭിക്കാറില്ല. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൾട്ടിമീഡിയ സ്റ്റോറീസ് ലിമിറ്റഡ് കമ്പയർഡ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൗണ്ടർ പാർട്സ് എന്നുള്ളതാണ്. അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ എന്താണ് അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള മൾട്ടിമീഡിയ സ്റ്റോറീസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു റിമെമ്പർ വെൻ എഡിറ്റിംഗ് എ ന്യൂസ് സ്റ്റോറി ഫോർ ടി വി? ഒരു ടി വിയിലേക്ക് എന്ത് ചെയ്യുക, ഒരു ടി വിയിലേക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെന്റൻസുകൾ ഷോർട്ട് ആയിരിക്കണം, വിഷ്വലും അതുപോലെ സ്ക്രിപ്റ്റുകളും മാച്ച് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള വോയിസുകൾ, ആക്റ്റീവ് ആയിട്ടുള്ള വോയിസുകളും ക്ലാരിറ്റി ഉൾപ്പെടുത്തണം, സ്മൂത്ത് ട്രാൻസിഷൻസ് കൊടുക്കണം, അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ ജേർണലിസ്റ്റ് യൂസ് ഒബ്സർവേഷൻ സ്കിൽ ടു റൈറ്റ് എ സ്റ്റോറി, റൈറ്റ് എ സ്ട്രോങ് ന്യൂസ് സ്റ്റോറി? ഗിവ് ആൻ എക്സാമ്പിൾ. അപ്പൊ ജേർണലിസ്റ്റുകൾ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ന്യൂസ് സ്റ്റോറി തയ്യാറാക്കാം, ഒരു എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒബ്സർവ് ചെയ്യുക, എന്താ നിരീക്ഷിക്കേണ്ടത്? നമ്പർ ഓഫ് പീപ്പിൾ, ദിയർ ആക്ഷൻസ്, എത്രത്തോളം ആളുകളുണ്ട്, അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, പോലീസുകാരുടെ പ്രസൻസ് എങ്ങനെയാണ്, ക്രൗഡിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, ലിസൺ ചാൻഡ് ആൻഡ് സ്ലോഗൻസ് ഫോർ കീ ഇഷ്യൂസ്, അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും കാര്യങ്ങളും എന്തെല്ലാമാണ്, ചാർട്ടുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, പ്ലക്കാർഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അറ്റ്മോസ്ഫിയർ ഡിസ്ക്രൈബ് ചെയ്യുക, പീസ്ഫുൾ ആണോ, ടെൻസ്ഡ് ആണോ, വയലന്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഡയറക്റ്റ് കോട്ടുകൾ ഫ്രം പീപ്പിൾ അറ്റ് ദ ഇവന്റ്, അതായത് അവിടെയുള്ള ജനങ്ങൾ, ആ പ്രൊട്ടസ്റ്റിലുള്ള ജനങ്ങൾ നേരിട്ട് പറയുന്ന കോട്ടുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റിന്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. അടുത്തത്, യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ഫീച്ചർ സ്റ്റോറി അബൌട്ട് എ സ്പോർട്സ് ഇവന്റ്. How will your approach a different from writing a hard news report? അതായത് നിങ്ങളോട് എന്ത് ചെയ്യുന്നു, ഒരു സ്പോർട്സിന്റെ ഇവന്റ്, ഒരു സ്പോർട്സിന്റെ ഇവന്റിനെ കുറിച്ച് ഫീച്ചർ സ്റ്റോറി തയ്യാറാക്കാൻ വേണ്ടി പറയുന്നു. ഒരു ഹാർഡ് ന്യൂസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഫീച്ചർ സ്റ്റോറി തയ്യാറാക്കുക? അതായത് ഹാർഡ് സ്റ്റോറിയും ഫീച്ചർ സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഹാർഡ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ സ്റ്റോറി തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. ഫീച്ചർ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ ആയിരിക്കും, മോർ ഡീറ്റെയിൽഡ് ആയിരിക്കും, സ്റ്റോറി ടെല്ലിങ്ങിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വിക്ക് ആയിരിക്കും, ഫാക്റ്റിൽ വെച്ചുകൊണ്ട് വളരെ ക്വിക്ക് ആയിരിക്കും, കൺസൈസ് ആയിരിക്കും. ഫീച്ചർ സ്റ്റോറീസ് ഇമോഷൻസിനെയും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെയും അനലൈസിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹാർഡ് ന്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിനായിരിക്കും, സ്ട്രക്ചറിനായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഫീച്ചർ സ്റ്റോറികൾ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എലമെന്റ്സുകളായിരിക്കും കൂടുതലായിട്ട് കൊടുക്കുക. ഹാർഡ് ന്യൂസുകൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയുക എന്നുള്ളതായിരിക്കും ഇതാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, what are the ethical challenges journalists face when using user generated content in news stories? അതായത് ജേർണലിസ്റ്റുകൾ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ്, ഓരോ ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന കണ്ടന്റുകളിൽ ജേർണലിസ്റ്റുകൾ എത്രത്തോളമാണ് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യപ്പെടുന്നത്?
അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് ജേർണലിസ്റ്റ് ഫേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിലൊന്നാമത് റിസ്ക് ഓഫ് ഫാൾസ് ഓർ മാനിപ്പുലേറ്റഡ് കണ്ടന്റ്. അപ്പൊ യൂസർ ജനറേറ്റഡ് കണ്ടന്റിൽ ഏറ്റവും കൂടുതലായിട്ട് മേ ബി വരാൻ ചാൻസ് ഉള്ളത് ഒരു മാനിപ്പുലേറ്റഡ് കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫാൾസ് കണ്ടന്റുകളൊക്കെ ആയിരിക്കും. രണ്ടാമത് പ്രൈവസി കൺസേൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ആളുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരുടെ സമ്മതമില്ലാതെ പ്രചരിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അടുത്തത് പെർമിഷൻ റിക്വയർഡ് ബിഫോർ യൂസിങ് സംവൺസ് കോണ്ടന്റ്. അതായത് ഒരാളുടെ കോണ്ടന്റുകൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പെർമിഷൻസ് വേണം. ഇത് അതൊന്നും ഇല്ലാതെ ഉപയോഗിക്കപ്പെടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അടുത്ത ബാലൻസിങ് സ്പീഡ് വിത്ത് അക്യുറസി ഇൻ റിപ്പോർട്ടിംഗ്. അതായത് ഈ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടായിരിക്കില്ല, അക്യുറസി വരുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ജേർണലിസ്റ്റുകൾ അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഹൗ ഡു ജേർണലിസ്റ്റ് യൂസ് ഫാക്ട് ചെക്കിംഗ് ടൂൾസ് ടു എൻഷുർ അക്യുറസി ഇൻ ദിയർ റിപ്പോർട്ട്സ്. ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്കിംഗ് കണ്ടന്റുകളൊക്കെ ന്യൂസുകൾ അക്യുറേറ്റ് ആണ് എന്നുള്ളത് ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ടൂളുകളാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഗൂഗിൾ റിവേഴ്സ് ഇമേജ് ഉപയോഗിക്കാം. ഇത് ഫോട്ടോസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഫാക്ട് ചെക്ക് ഓർഗ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആൾട്ട് ന്യൂസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇത് പൊളിറ്റിക്കൽ ക്ലെയിംസുകൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻവീഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിലൂടെ വീഡിയോ ഒതന്റിസിറ്റി നമുക്ക് പരിശോധിക്കാം. ക്രോസ് ചെക്കിംഗ് ഡാറ്റ വിത്ത് ഒഫീഷ്യൽ റെക്കോർഡ്സുകൾ ഉപയോഗിച്ചോട്ടൊക്കെ എന്ത് ചെയ്യാം, ക്രോസ് ഡാറ്റാസ് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഹൗ ഡസ് ദ യൂസ് ഓഫ് മൾട്ടിമീഡിയ എൻഹാൻസ് ഓൺലൈൻ ന്യൂസ് സ്റ്റോറി. ഒരു ഓൺലൈൻ ന്യൂസ് സ്റ്റോറീസിനെ മൾട്ടിമീഡിയ കണ്ടന്റുകൾ എങ്ങനെയൊക്കെയാണ് എൻഹാൻസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇമേജ് ആണ്. ഇമേജിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറി കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ പറ്റും. വീഡിയോസിലൂടെ റിയൽ ടൈം എവിഡൻസുകൾ നൽകാൻ പറ്റും. ഇൻഫോഗ്രാഫിക്സിലൂടെ ഡാറ്റാസ് വിഷ്വലി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ററാക്റ്റീവ് എലമെന്റ്സിലൂടെ യൂസേഴ്സിന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറ്റും. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻ കോൺഫ്ലിക്ട് സോൺ. ഒരു കോൺഫ്ലിക്ട് സോണിൽ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഒരു ജേർണലിസ്റ്റിന് വരിക? ഒന്ന്, ഫിസിക്കലി ഡേഞ്ചർ ആയിരിക്കും. മേ ബി ഇഞ്ചേർഡ് ആവാന് അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യാന് അല്ലെങ്കിൽ മരണപ്പെടാനുള്ള ചാൻസുകൾ വരെ കൂടുതലാണ്. ഇപ്പൊ സിറിയ, യുക്രൈൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പല ജേർണലിസ്റ്റുകൾക്കും വളരെ ഹാംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത ലിമിറ്റഡ് ആക്സസ് ടു ഇൻഫർമേഷൻസ് ആണ്. അതായത് ഗവൺമെന്റ്സോ മിലിറ്ററിയോ ഒക്കെ എന്ത് ചെയ്യും, മീഡിയയ്ക്ക് പല സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. പല സ്ഥലങ്ങളിലോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് സെൻസർഷിപ്പുകളോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡോ വരെ നടക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അടുത്ത രണ്ടാമത് സൈക്കോളജിക്കൽ സ്ട്രെസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസുകൾ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും സഫറിങ്സുകൾ കാണാം. ഇതൊക്കെ നമുക്ക് ഒരു ട്രോമ ഉണ്ടാക്കിയെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ജേർണലിസ്റ്റിന് മേ ബി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന PTSD എന്ന് പറയുന്ന രോഗങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എത്തിക്കൽ ഡൈലമാസ്, അതായത് ട്രൂത്ത് ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ഗ്രാഫിക് ഇമേജുകൾ കാര്യങ്ങളൊക്കെ മേ ബി നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവോയ്ഡ് ചെയ്യുക. ഗ്രാഫിക് ഇമേജുകളും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻസ്, അതായത് ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഫാക്ട് ചെക്കിങ് ഒക്കെ വളരെ ദുരിതമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ ശരി ഏതാണെന്ന് തിരിച്ചറിയാൻ. അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ സോഴ്സുകളിൽ വെച്ചുകൊണ്ട് ക്രോസ് റെഫറൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വരും. ഇന്റർനെറ്റിന്റെ കണക്ഷൻ കുറവായിരിക്കും. ലാംഗ്വേജുകളുടെ ഡിഫറൻസ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ കൾച്ചർ സെൻസിറ്റിവിറ്റീസ്, ആളുകൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. മേ ബി ജേർണലിസ്റ്റിന്റെ ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യങ്ങളൊക്കെ വരും. ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അടുത്തത് ഹൗ ഷുഡ് ന്യൂസ് ബി റിട്ടൺ ഫോർ ഡിജിറ്റൽ ഓഡിയൻസ്. എങ്ങനെയാണ് ഒരു ന്യൂസ് ഡിജിറ്റൽ ഓഡിയൻസിന് വേണ്ടി എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഒന്നാമത്തത് യൂസ് SEO ഫ്രണ്ട്ലി ഹെഡ്ലൈൻസുകൾ കൊടുക്കുക. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഷോർട്ട് പാരഗ്രാഫുകളും ബുള്ളറ്റ് പോയിന്റ്സുകളും കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് ആളുകൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് ഉൾപ്പെടുത്തുന്ന ഇമേജ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സുകൾ, ഹൈപ്പർ ലിങ്ക്സുകൾ ഉൾപ്പെടുത്തുക. ഇന്ററാക്റ്റീവ് എലമെന്റ്സുകൾ ഉൾപ്പെടുത്തുക. പോള്, കമന്റ് സെക്ഷൻ, ലൈവ് ചാറ്റുകൾ കാര്യങ്ങളൊക്കെ
ഉറപ്പുവരുത്തുക. മൊബൈൽ ഒപ്റ്റിമൈസേഷൻ, അതായത് മൊബൈലിന് വേണ്ടിയിട്ടും കൂടി കഴിയുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. റിയൽ ടൈം അപ്ഡേറ്റുകൾ നൽകുക, അതായത് ഓരോ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളും അപ്പോൾ തന്നെ അറിയിക്കുക, അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എത്തിക്കൽ ചാലഞ്ചർ അറൈസ് ഫ്രം യൂസിങ് AI ഇൻ ജേർണലിസം? ഒരു AI ജേർണലിസത്തിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ എത്തിക്കൽ ആയിട്ടുള്ള ചാലഞ്ചുകളാണ് വന്നിട്ടുള്ളത്? ഒന്നാമത്തത് അക്യുറസി വിയസ് ഓട്ടോമേഷൻസ്, അതായത് ലാക്ക് ഓഫ് കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺടാക്ട്സിൽ വെച്ചുകൊണ്ട് AIക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ AI സന്ദർഭങ്ങളില്ലാതെ അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള, വാർത്തകൾ ഉണ്ടാക്കാനുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബയാസ് ഇൻ AI അൽഗോരിതം, അതായത് AIക്ക് ഏതെങ്കിലും അൽഗോരിതത്തിൽ ബയാസ്ഡ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂളുകൾ മറ്റേതെങ്കിലും ബയാസ്ഡ് ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഫേക്ക് ന്യൂസുകളും മിസ്ഇൻഫർമേഷൻസും വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഹ്യൂമൻ ജേർണലിസ്റ്റുകൾക്ക് ത്രെട്ടണിങ് ആവും, അതായത് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇല്ലാതാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ലീഗൽ ആൻഡ് പ്രൈവസി കൺസേൺസ്, അതായത് കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള, പ്രൈവസി ലോസ് ഒക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ലാക്ക് ഓഫ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇമോഷണലി കാര്യങ്ങളൊന്നും നോക്കി കാണാനുള്ള കഴിവുകളൊന്നും AIക്ക് ഉണ്ടാവാനുള്ള ചാൻസുകൾ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യന്, ഡു യു തിങ്ക് പ്രിന്റ് ജേർണലിസം വിൽ സർവൈവ് ഇൻ ഡിജിറ്റൽ ഏജ്? ഡിസ്കസ്, അതായത് പ്രിന്റ് ജേർണലിസം ഈ ഡിജിറ്റൽ ഏജിൽ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ചാലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ന്യൂസ് പേപ്പറിന്റെ റീഡർഷിപ്പുകൾ കുറഞ്ഞു വരുന്നു, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ഉയർന്നു വരുന്നെന്ന് എഴുതാം. അഡ്വാൻറ്റേജുകളായിട്ട് പ്രിന്റ് മീഡിയയുടെ കുറച്ചും കൂടി റീഡബിൾ ആണ്, ഫോണുകളിൽ ഫേക്ക് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള എഴുതാം. അതുപോലെ തന്നെ ടാഞ്ചബിലിറ്റി, അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഒക്കെ സീരിയസ് റീഡേഴ്സിന് ഏറ്റവും നല്ലതാണ് എന്നുള്ളതും എഴുതാം. അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സ് അഡോപ്റ്റിംഗ് ഓൺലൈൻ വേർഷൻസ് എന്നുള്ള, ന്യൂസ് പേപ്പേഴ്സിന് ഇപ്പോൾ ഓൺലൈൻ വേർഷൻസ് ഉണ്ട് എന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ നല്ലതാണ് എന്നുള്ള എഴുതാം. ഫ്യൂച്ചർ ട്രെൻഡ്സുകളായിട്ട് പ്രിന്റ് മീഡിയ എന്ത് ചെയ്യുന്നു, നിഷ് ഓഡിയൻസ് വീണ്ടും അത് തന്നെ വായിക്കും എന്നുള്ള എഴുതാം. ഹൈബ്രിഡ് മോഡൽസ് ഉണ്ട്, പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ, അതൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള കാര്യങ്ങളും എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളും കൂടിയുണ്ട്, ആ കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്റർപ്രിറ്റേറ്റീവ് റൈറ്റിങ്ങുകൾ എന്താണെന്നുള്ള മനസ്സിലാക്കി വെക്കുക. ന്യൂസ് വാല്യൂസ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഇമ്പാക്ട്, കോൺഫ്ലിക്റ്റ്, ഡിസാസ്റ്റർ, ട്രാജഡി, പ്രോക്സിമിറ്റി, ഹ്യൂമൻ ഇൻട്രസ്റ്റ്, നോവലിറ്റി, സെക്സ്, മണി തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ് മനസ്സിലാക്കി വെക്കുക. ന്യൂസ് ഏജൻസീസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ ന്യൂസുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷൻ ടെക്നിക്സുകളും ഇന്റർവ്യൂ ചെയ്യുന്ന രീതികളും നിങ്ങൾ നോക്കി വെക്കണം, നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ഓൺലൈൻ ടൂൾസുകൾ ന്യൂസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കി വയ്ക്കണം. അതിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടൂൾസുകൾ, ന്യൂസ് അഗ്രിഗേറ്റേഴ്സ്, ഫാക്ട് ചെക്കിംഗ് ടൂൾസുകൾ, പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് ഡാറ്റ സോഴ്സ്, വെരിഫിക്കേഷൻ ടൂൾസ് ഫോർ ഇമേജ് വീഡിയോസ്, കമ്മ്യൂണിക്കേഷൻ ടൂൾസുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തേൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഹെഡ്ലൈൻ, ബൈലൈൻ, ലീഡ്, ബോഡി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കെട്ടാണ്. ബൈലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരാണ്, ആരാണ് വാർത്ത എഴുതുന്നത് അയാളുടെ പേരാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. കോട്ട് ആൻഡ് അട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കും, ആരെങ്കിലും ഏതെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. കൺക്ലൂഷൻസ് ഉണ്ടായിരിക്കും. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ നമ്മൾ ഓൾറെഡി നോക്കി, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാൻ നോക്കി. അതുപോലെ തന്നെ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിങ്ങിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. അതിൽ നിങ്ങൾക്ക് ക്രോണോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുള്ളത് എഴുതാം. ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഹ്യൂമൻ പെർസ്പെക്റ്റീവ് തുടങ്ങിയുള്ള കാര്യങ്ങൾ എഴുതാം. തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ലീഡുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് 6 പോയിന്റുകളുണ്ട്. അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കേൾക്കുക. ഒന്ന്, ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ഗ്രാമർ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കണം. ബി കൺസൈസ് ആയിരിക്കണം, മീൻസ് വളരെ ഷോർട്ട് ആയിട്ടായിരിക്കണം പറയേണ്ടത്. സ്പെസിഫിക് ആണ്, വസ്തുനിഷ്ഠമായിട്ട് തന്നെ കൃത്യമായിട്ട് പറയണം. സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് വെർബ്സുകൾ ഉപയോഗിക്കുക. എംഫസൈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റോറി, അതായത് വോളിയം ഓഫ് ഡാമേജ് അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി
തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. ബി ഒബ്ജക്റ്റീവ് ആൻഡ് ആട്രിബ്യൂട്ട് ഒപ്പീനിയൻസ്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഒന്നും എഴുതരുത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഏതൊക്കെ ലീഡുകളാണെന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റേഡിയോസിന്റെ റൈറ്റിംഗ് സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ, അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. കോൺവെർസേഷണൽ റൈറ്റിംഗ് ഫോർ ദി ഇയർ ആണ്, ഷോർട്ട് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം, കോൺവെർസേഷണൽ ടോണുകളാണ് ഉപയോഗിക്കേണ്ടത്, പെയിന്റ് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ് അതൊക്കെ നമ്മൾ നോക്കിയതാണ്, സൗണ്ട് എലമെന്റ്സുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ടെലിവിഷനിൽ റൈറ്റ് ചെയ്യുന്ന രീതികൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ നോക്കണം. ഡിജിറ്റൽ മീഡിയയിലേക്ക് എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നാലാമത്തെ മൊഡ്യൂളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് എന്നുള്ളതാണ് നോക്കണം. സബ് എഡിറ്റിംഗ്, ലൈൻ എഡിറ്റിംഗ്, ക്രിയേറ്റീവ് എഡിറ്റിംഗ്, ഡിസൈൻ എഡിറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പലിംഗ് ന്യൂസ് സ്റ്റോറീസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഗ്യാതറിംഗ് ഇൻഫർമേഷൻ, ഐഡന്റിഫൈങ് key elements, organizing content, ensuring balance, objectivity, fact checking, information formation for the medium തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് നോക്കിയിരിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് എഡിറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് അക്യുറസി, ക്ലാരിറ്റി, ബ്രെവിറ്റി, ഒബ്ജക്ടിവിറ്റി, കൺസിസ്റ്റൻസി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, എൻഗേജ്മെന്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ലീഗൽ കംപ്ലൈൻറ്റ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എഡിറ്റിങ്ങിന്റെ പ്രോസസ്സ്, ഒരു ന്യൂസ് പേപ്പറിൽ എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഫസ്റ്റത്തത് ഇനീഷ്യൽ റിവ്യൂ ഓഫ് കോപ്പി, ആ കോപ്പി ആദ്യം ഒന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ ഫാക്ട് ചെക്കിംഗ്, ഫാക്റ്റുകൾ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക. റിഫൈൻ ദ കണ്ടന്റ്, അതൊക്കെ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതും കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. എൻഷുറിങ് ഒബ്ജക്ടിവിറ്റി, അതായത് ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്റ്റൈൽ ഗൈഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക. ഹെഡ്ലൈൻസും സബ് ഹെഡ്ലൈൻസും തയ്യാറാക്കുക. എത്തിക്കൽ ആൻഡ് ലീഗൽ റിവ്യൂസ് നടത്തുക. ഫൈനൽ പ്രൂഫ് റീഡിംഗ് നടത്തുക. അതുപോലെ തന്നെ ലേഔട്ട് ആൻഡ് ഡിസൈൻ ഇന്റഗ്രേഷൻസ് നടത്തുക. ലേഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫൈനൽ അപ്രൂവൽ നടത്തുക എന്നുള്ളതാണ്. സ്റ്റൈൽ ബുക്ക് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. സ്റ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതായത് കൺസിസ്റ്റൻസി, ക്ലാരിറ്റി, അക്യുറസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു ന്യൂസ് പേപ്പറിന്റെ റൈറ്റിംഗ്, എഡിറ്റിംഗ്, ഫോർമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റൈൽ ബുക്കുകൾ അവൈലബിൾ ആവുന്നത്. AP ഉണ്ട്, അസോസിയേറ്റഡ് പ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ന്യൂസുകൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള സ്റ്റൈൽ ബുക്കുകൾ ഉണ്ടാവാറുണ്ട്. ഗ്രാമർ റൂൾസുകൾ, ലാംഗ്വേജിന്റെ റൂൾസുകൾ നോക്കുക. പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻസ്, ലേഔട്ടിന് സമയത്ത് ശ്രദ്ധിക്കുക. അബ്രിവേഷൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്, നെയിംസ് ആൻഡ് ടൈറ്റിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിന്റെ ചിലപ്പോൾ കൺസൈസ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ് സ്റ്റൈൽ ഷീറ്റ്. മേ ബി ഒരു ഫോർമാറ്റിന് വേണ്ടിയിട്ട്, ഡിസൈനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പേജുകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും സ്റ്റൈൽ ഷീറ്റുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയക്ക് വേണ്ടി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അക്യുറസി നോക്കണം. ട്രിമ്മിങ് ചെയ്യണം അൺനെസസറി വേർഡ്സുകളൊക്കെ. ലാംഗ്വേജുകൾ പോളിഷ് ചെയ്യുക. കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ്, സ്ഥിരമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപോലെ ആക്കുക. മേക്കിംഗ് ദ സ്റ്റോറി കൺഫോം ടു സ്റ്റൈൽ, അതേ സ്റ്റൈൽ ബുക്കിന് അനുസൃതമാക്കിയിട്ട് സ്റ്റോറി മാറ്റുക. ലൈബ്ലെസ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. പുവർ ടേസ്റ്റ് ഉള്ള പാസേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുക്കുക. ഹാൻഡ്ലിംഗ് ന്യൂസ് ഏജൻസി കോപ്പീസ്, അതായത് ന്യൂസ് ഏജൻസീസിന് കോപ്പിയൊക്കെ ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് റേഡിയോന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നോക്കി വെക്കണം. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.